എന്റെ പെണ്ണ്. രചന ജിച്ചന്റെ കാവു. ആദ്യ രാത്രിയിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രണയം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി. കൺമഷി പരന്ന കണ്ണുകൾ അടച്ചാണ് കിടപ്പെങ്കിലും കണ്ണീർ ചാലുകളുടെ പാടിയിരിച്ചെന്തെങ്കിലും കാണാനുണ്ട്. മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമാറുന്നതിനോടൊപ്പം ചെഞ്ചുടികളിൽ നിന്ന് സീൽക്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. കൈകളൊന്ന് ബെഡ്ഷീറ്റിലും മറ്റൊന്ന് എൻ്റെ തലമുടിയിലും പിടിമുറുക്കിയിട്ടുണ്ട്. പാവം തളർന്നു കാണും. ഞാൻ അവിടെ നെറ്റിയിൽ ചുണ്ടി ചേർത്ത് അവളിൽ നിന്ന് മാറി കണ്ണടച്ച് മലർന്നു കിടന്നു. കിതപ്പൊന്ന് കേട്ടപ്പോഴേക്ക് അവളുടെ നിശ്വാസം എൻ്റെ കഴുത്തിനെയും കൈകൾ എൻ്റെ നെഞ്ചിനെയും പുണർന്നിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ എൻ്റെ കൈകളും അവളെ വലയം ചെയ്തു. എൻ്റെ പെണ്ണ്, എൻ്റെ ദേവു. നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ പേരുള്ള താലിയും സിന്ദൂരവും ഇട്ട് എൻ്റെ നെഞ്ചിൽ. സ്വപ്നമാണോ എന്നിവരെ തോന്നിപ്പോകുന്നു. പലതരത്തിലുള്ള എതിർപ്പുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നപ്പോഴും എനിക്ക് അവളും അവൾക്ക് ഞാനും താങ്ങായിട്ടുണ്ടായിരുന്നു. ഒടുവിലിതാ, അവളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പരീക്ഷണങ്ങൾക്കൊടുവിൽ ദൈവം തന്നെ ഞങ്ങളെ ചേർത്തിരിക്കുന്നു. അവളുടെ ആഗ്രഹം പോലെ എൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് എൻ്റെ വിയർപ്പിൻ്റെ മണമുള്ളിലേക്ക് വേണ്ടുവോളം ആവാഹിച്ച് എൻ്റെ ഹൃദയമിടിപ്പ് തൊട്ടു നോക്കി അവൾ. കലാലയ ജീവിതത്തിൽ കൂടെ കിട്ടിയതാണ് അവളെ. അന്നു മുതൽ ഇന്നുവരെ ഇണങ്ങിയും പിണങ്ങിയും ദേഷ്യപ്പെട്ടും കൊഞ്ചിച്ചും പ്രണയിനിയായും സുഹൃത്തായും സഹോദരിയായും എൻ്റെ കൂടെ തന്നെയുണ്ട്. അവളോടൊന്നിച്ചുള്ള ഓരോ നിമിഷവും ഓർമ്മയിൽ തെളിയവേ അവളെ ചുറ്റി വരിഞ്ഞ എൻ്റെ കൈകളുടെ മുറുക്കവും അവളുടെ തലോടിൽ ഏറ്റുവാങ്ങുന്ന നെഞ്ചിൻ്റെ മിടിപ്പും കൂടുന്നുണ്ടായിരുന്നു. പിന്നെയും പിന്നെയും അവളിലേക്ക് അലിയാൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിയാൻ ഉള്ളം തുടി കൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തളർന്നു കിടക്കുന്ന അവളെ നോവിക്കരുതെന്നും ഉള്ളം പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ കൈകൾ കുത്തി ഉയർന്ന് എൻ്റെ നെറ്റിയിൽ ചുംബിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. മുഖത്തേക്ക് വീണ് കിടക്കുന്ന താലിയിൽ ചുണ്ട് ചേർത്തപ്പോൾ തന്നെ അവളുടെ ചുണ്ടുകൾ നെറ്റിയിൽ നിന്ന് എൻ്റെ മൂക്കിലേക്കും മീശയിലേക്കും സഞ്ചരിച്ചിരുന്നു. യാതൊരു തിരക്കും കൂട്ടാതെ മീശയോട് ചേർത്തെൻ്റെ മേൽ ചുണ്ട് അവൾ നുണയവേ എൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ച വികാരങ്ങൾ പൊട്ടി പുറപ്പെടുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ അന്ന് ആ രാത്രിയിൽ അവളിലേക്ക് ഒരു യാത്ര നടത്തവേ ഞാനും അറിയുകയായിരുന്നു അവളിൽ നിന്ന് എനിക്കൊരു മോചനം ഇനിയില്ലെന്ന്. അവളെപ്പോലെ എന്നെ മനസ്സിലാക്കാൻ ആർക്കും ആവില്ലെന്ന്. ഒടുക്കം ആ മാറിൽ തളർന്നു വീണുറങ്ങുമ്പോഴും എൻ്റെ പെണ്ണിൻ്റെ കൈകൾ എൻ്റെ മുടിഴകളെ തലോടുന്നുണ്ടായിരുന്നു. വാതിലിൽ തുടരെയുള്ള തട്ടുകേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ എന്നാലോചിച്ച് കണ്ണു തുറന്നപ്പോൾ ചിരിക്കുന്ന അവളുടെ മുഖമാണ് എന്നെ വരവേറ്റത്. ആ ചിരിയെ എൻ്റെ കണ്ണുനീർ മറയ്ക്കുമ്പോൾ ഭിത്തിയിൽ അവളുടെ ഫോട്ടോകൾ എൻ്റെ കാഴ്ചയിൽ മങ്ങുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. ഓർമ്മകളുടെ പടുകുഴിയിലായിരുന്നു ഞാനെന്ന വസ്തുത. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വാതിൽ തുറക്കവേ ശരവേഗത്തിൽ 2 കൈകൾ എന്നെ ഇറുകെ പുണർന്നിരുന്നു. തിരിച്ച് ഞാനും പുണർന്നുകൊണ്ട് മൂർത്താവിൽ അമർത്തി ചുംബിച്ചു. അയ്യേ, അച്ഛയുടെ പൊന്ന് കല്യാണ പെണ്ണാട്ടോ. എന്നിട്ടാണോ ഇങ്ങനെ കരയുന്നത്? അച്ഛൻ എണീക്കാതായപ്പോൾ പേടിച്ചു പോയോ? എൻ്റെ ചോദ്യത്തിന് കണ്ണു നിറച്ച് മുഖമുയർത്തി പൊന്നൂട്ടിയൊന്ന് മൂളി. ആ മുഖം കാണുക വേദനയും സന്തോഷവും ഒന്നിച്ച് തോന്നി. എൻ്റെ ദൈവം എനിക്ക് സമ്മാനിച്ച ഏറ്റവും വിലയേറിയ സമ്മാനം ഞങ്ങളുടെ പൊന്നൂട്ടി. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോൾ ഞങ്ങൾക്കിടയിൽ വന്നത്. അവളെ ഏറ്റവും ആഗ്രഹിച്ച ദൈവം തന്നെ അവളെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുന്നേ ഞങ്ങളെ തനിച്ചാക്കിപ്പോയി. അവളുടെ വേർപാട് തിരിച്ചറിഞ്ഞ നിമിഷം മരവിച്ച് പോയതാണ് ഞാൻ. പിന്നീട് എന്നെ ഓരോ നിമിഷവും ജീവിക്കാൻ പ്രേരിപ്പിച്ചത് പൊന്നുവിൻ്റെ ചിരിയാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ദേവുവിൻ്റെ അതേ ചിരി. ഞാൻ ആ കണ്ണീര് തുടച്ച് ഒന്നുകൂടെ പൊന്നൂട്ടിയുടെ നെറുകയിൽ മുത്തി അവളെയും ചേർത്ത് പിടിച്ച് റൂമിലോട്ട് കയറി. ആ റൂമിൻ്റെ 4 ചുമരുകളിലും നിറയെ ദേവുവിൻ്റെ ഫോട്ടോസാണ്. ഓരോന്നും ഓരോ കഥകൾ എന്നെ ഓർമ്മിപ്പിക്കും പോലെ. ഇല്ല, എൻ്റെ ദേവു പോയിട്ടില്ല, എൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്ക് മാത്രം കാണാൻ പറ്റുന്നുണ്ട് അവളെ, അറിയാൻ പറ്റുന്നുണ്ട് ആ സാമീപ്യം. ഓരോ നിമിഷം അവൾ പ്രണയം കൊണ്ട് എന്നെ പൊതിയുന്നുണ്ട്, താലോലിച്ചുറക്കുന്നുണ്ട്, ചുംബിച്ചുണർത്തുന്നുണ്ട്. ഈ നെഞ്ചിൽ കൈവച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളെന്നും കിടക്കുന്നുണ്ട്. അവളുടെ ഫോട്ടോയിൽ പൊന്നൂട്ടി ചുംബിച്ച് തിരിഞ്ഞപ്പോൾ മോളെ ഒരുങ്ങാനായി പറഞ്ഞയച്ചു. ഇന്ന് നമ്മുടെ മോളുടെ പ്രണയം സഫലാവുന്ന ദിവസമാണ്. എന്നിട്ടും താനെന്തേ എന്നെ നേരത്തെ ചുംബിച്ചുണർത്താതിരുന്ന്? ഞാനൊരു ചെറുപുൻസിരിയോടെ അവളോട് ചോദിക്കുമ്പോൾ എന്നെ നോക്കി കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു. അവളും പതിവിലധികം സന്തോഷവതിയായിരുന്നു. മോളെ മനസ്സിലാക്കുന്ന അവളും ആഗ്രഹിക്കുന്ന പയ്യന് കൈ പിടിച്ചേൽപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. പൊന്നൂട്ടി ആദ്യമായി കൈകളിൽ ഏറ്റുവാങ്ങിയ നിമിഷം ഓർത്തുപോയി. അതോടൊപ്പം എൻ്റെ ദേവുവിൻ്റെ കത്തിയേരുന്ന ചിതക്ക് മുന്നിൽ പൊന്നുവിനെ നെഞ്ചോടടക്കി നിന്ന് ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ ഉള്ളം വല്ലാതെ പിടഞ്ഞു. അത്രയും ആഗ്രഹിച്ചല്ലേ എൻ്റെ ദേവു ഒരു കുഞ്ഞിനെ. മുലപ്പാല് പോലും വേണ്ടുവോളം പകർന്നു നൽകാൻ സമയം നൽകിയില്ലല്ലോ. എല്ലാം തകർന്ന് എന്നെ അന്ന് മരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതെൻ്റെ മോളാണ്. പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു 2ാം വിവാഹത്തിന് എല്ലാവരും തിടുക്കം കൂട്ടുമ്പോഴും 32 വയസ്സ് ശരിയായി വിവാഹപ്രായമാണെന്നും ഇനിയാണ് ജീവിതമെന്നും പറഞ്ഞ് പുനർവിവാഹത്തിന് നിർബന്ധിക്കുമ്പോഴും എൻ്റെ കൺമുമ്പിൽ എൻ്റെ ദേവവും മോളും ഉണ്ടായിരുന്നു.
ഈ ജന്മം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എനിക്ക് തന്നിട്ടുണ്ട് അവൾ. ഒപ്പം ഒരു മോളെയും. എൻ്റെ കുഞ്ഞിനെ നൊന്താൽ എൻ്റെ ദേവുവിനാണ് വേദനിക്കുക. നെഞ്ചിൽ അടക്കി പിടിച്ച് ഞാൻ എൻ്റെ മോളെ വളർത്തി. എന്നും രാത്രി നെഞ്ചിൽ കിടത്തി മോളെ ഉറക്കുമ്പോൾ ദേവ് എൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് മോളുടെ മേൽ കയ്യും ചുറ്റി എൻ്റെ ഇടതുവശത്ത് തന്നെ ഉണ്ടാകും. അതെ, എൻ്റെ ദേവുവിനെ എനിക്കെന്നും കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങൾ അവിടെ മാറിൽ ചേർന്ന് കിടന്ന് കരഞ്ഞു തീർക്കാറുണ്ട്. അവളെന്നെ അടക്കി പിടിക്കാറുണ്ട്, ചുംബനങ്ങൾ കൊണ്ട് പൊതിയാറുണ്ട്. കല്യാണ തിരക്കുകൾ കഴിഞ്ഞ് മുറിയിലേക്ക് ഓടാൻ തിടുക്കമായിരുന്നു എനിക്ക്. എന്നുമില്ലാത്തൊരാവേശം. ആ മുറിക്കുള്ളിൽ എന്നെ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട്, എൻ്റെ പെണ്ണ്. ഇന്നെനിക്ക് അവളോട് പറയാൻ ഒരുപാടുണ്ട്. മോളെയും മരുമോനെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി മറ്റൊന്നും പറയാതെ ഞാൻ ഞങ്ങളുടെ മുറിയിലേക്ക് പോയി. അതിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് ശ്വാസം കിട്ടുന്നത്. വാതിലിൽ ചാരി കണ്ണടച്ചൊന്ന് ആഞ്ഞു ശ്വസിച്ചപ്പോഴേക്കും എനിക്കെൻ്റെ പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അറിയാൻ കഴിഞ്ഞു. അത്യധികം സന്തോഷത്തോടെ നിറയുന്ന മിഴികളോടെ ഞാൻ അവളെ വാരി പൊതിഞ്ഞുകൊണ്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളും എന്നെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. അവളുടെ മടിയിൽ തലവെച്ച് കിടന്ന് പൊന്നൂട്ടിയുടെ കല്യാണ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നിറഞ്ഞൊരു പുഞ്ചിരി അവളുടെ ചെഞ്ചൊടികളിൽ കാണാമായിരുന്നു. പറഞ്ഞിട്ടും തീരാതെ ഞാൻ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ അവിടെ ചെഞ്ചൊടികളിൽ മുട്ടിട്ട പുഞ്ചിരിയിലായിരുന്നു. കണ്ണുകൾ ചിമ്മി കുനിഞ്ഞു വന്ന് പെണ്ണിൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് മീശയോട് ചേർത്ത് മേൽച്ചുണ്ട് നുകരവേ ഞാനും അവളിലേക്ക് ലയിക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ശ്വാസം വിലങ്ങുതടിയായിട്ടും മത്സരിച്ച് ചുംബിച്ചു ഞങ്ങൾ. കണ്ണുകൾ നിറഞ്ഞു പെയ്തിട്ടും ഹൃദയം പൊട്ടിപ്പോകുമാറായിട്ടും ഞാൻ അവളെയും അവൾ എന്നെയും മോചിപ്പിച്ചില്ല. ഇനി ഒരിക്കലും എനിക്ക് അവളിൽ നിന്നൊരു മോചനം വേണ്ട. ഞാനൊരു വെൺതൂവലാവുന്നതും അവളോടൊപ്പം ആകാശ കൊട്ടാരത്തിലേക്ക് പറക്കുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ കൊഞ്ചലും ചിരിയൊലികളും മാത്രം എൻ്റെ കാതുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. നാളുകൾക്കിപ്പുറം പിന്നെയും അവളോടൊന്നിച്ച് ചേരവേ ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു, സ്നേഹത്തോടെ.